ഹലോ, അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ ഒരു വാട്ടായിട്ടിൻ്റെ ഡേ. രാവിലെ തന്നെ നല്ല ചൂടുള്ള സാമ്പാറും ഇഡ്ഡലി. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാർ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. പിന്നെ ഇടയ്ക്ക് കുറച്ച് തേങ്ങ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞാണ് എൻ്റെ കുക്കിംഗ്. ഞാൻ ഫീൽഡിലോട്ട് ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ കുക്കിംഗ് ചെയ്യുവാണ്. ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കണേ. ഭയങ്കര കറിയാക്കാണ്ട് തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കി ബീഫ് സെറ്റാക്കി. ഇന്ന് എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ പോയാലെങ്കിലും പണിയെടുക്കാണ്ടിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് വെറും മോഹമായിട്ട് മാത്രം മാറിയിരിക്കുകയാണ്. പിന്നെ അമ്മയെ സഹായിക്കുവാണെന്ന മുദ്രാവാക്യം മുൻനിർത്തി ഞാൻ അങ്ങ് സമാധാനിച്ചു. അങ്ങനെ നാവിൽ കൊതിയൂറും ബീഫ് കറി റെഡി. ഇത് കണ്ടിട്ട് ബീഫ് കറി കഴിക്കാൻ തോന്നിയവരും കൊതിയായവരും ഒരു പാഴ്സൽ വേണം തോന്നിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല സൂപ്പർ നോൺ വെജ് സദ്യയൊക്കെ കഴിച്ചു. ബീഫും പോർക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അതിലെ മെയിൻ താരങ്ങള്. ഇനി വൈകുന്നേരത്തെ കഥ പറയാം. ഈ മാങ്ങ എന്റെ നാട്ടിൽ കോട്ടുകോണം മാങ്ങ എന്ന് പറയും. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവം സൂപ്പറാണ്. നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അതും കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വീണ്ടും വരട്ടെ.